المدرسة الربانية كونوا ربانيين. ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും കർമ്മവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖ് സാലിം അത്വീൽ ഹഫിളഹുല്ലാ ഔനുൽ ഗഫാർ എന്ന ഗ്രന്ഥത്തിലൂടെ ഒരു വിശ്വാസി അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം മുതൽ 15ാമത്തെ ചോദ്യം വരെയാണ് നമ്മൾ വായിച്ചത്. ഈ ചോദ്യോത്തരങ്ങളിൽ ഒരു മനുഷ്യനെ മരിച്ച് ഖബറിൽ കൊണ്ടുവച്ചാൽ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട, അതായിരുന്നു ഒന്നാമതായിട്ട് ഇതിൽ വന്ന ചോദ്യം. അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ, ആരാണ് റബ്ബ് എന്നതിനെ വിശദീകരിക്കുന്നതായ ചില ചോദ്യോത്തരങ്ങളാണ് കഴിഞ്ഞ ചോദ്യങ്ങളിലെല്ലാം വന്നത്. ഇനി 16ാമത്തെ ചോദ്യം അസ്സുആലു അസ്സാദിസ അശർ, അത് മൻ നബിയുക, ആരാണ് നിന്റെ നബി എന്നുള്ള ചോദ്യമാണ്. അതായത് ഖബറിൽ ഒരാൾ കൊണ്ടുവച്ചാൽ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമാണത്. അതിനുള്ള ഉത്തരം അൽ ജവാബു മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ നബി എന്നുള്ളതാണ് ആ ചോദ്യത്തിനുള്ളതായ ഉത്തരം. ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനി ശേഷം വരുന്ന 27ാമത്തെ ചോദ്യോത്തരം വരെയുമുള്ള ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ്. മൻ നബിയുക, ആരാണ് നിന്റെ നബി എന്നുള്ളതായി ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് മുസന്നിഫ് ഹഫിളഹുല്ലാ പറയുന്നു, അസ്സുആലു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ അഹദു അസ്ഇലത്തിൽ ഖബരി അസ്സലാസ അല്ലത്തി യുസ്അലു അൻഹാ അൽ ഇൻസാൻ. ഒരു മനുഷ്യനോട് ഖബറിൽ ചോദിക്കപ്പെടുന്ന 3 ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള ചോദ്യം. കമാ ജാഅ ഫി ഹദീസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ, വളരെ ദീർഘമായ ഹദീസാണ്. ഒരാളുടെ റൂഹ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ദീർഘമായ ഹദീസിൽ കാണാം, ഖബറിൽ കൊണ്ടുവയ്ക്കപ്പെട്ടാൽ ഫയഅതീഹി മലക്കാനി ഫയുജ്ലിസാനി, അവൻ്റെ അടുക്കൽ 2 മലക്കുകൾ വരും, അവനെ എഴുന്നേറ്റ് ഇരുത്തും. ഫയഖൂലാനി ലഹു, എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇവനോട് ചോദിക്കും, മാ ഹാദർ റജുലു അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണ്, അല്ലെങ്കിൽ മൻ നബിയുക, ചില റിവായത്തിൽ അങ്ങനെയാണ്. ഫയഖൂൽ, അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ പറയും, ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹുവിൻ്റെ ദൂതർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് മറുപടി പറയും. അപ്പോൾ ഖബറിൽ ചോദിക്കപ്പെടുന്ന 3 ചോദ്യങ്ങളിലെ രണ്ടാമത്തെ ചോദ്യം ആണ് മൻ നബിയുക,
എന്നുള്ളതായ ചോദ്യം. ഇങ്ങനെ ചോദ്യം ചോദിക്കപ്പെട്ടാൽ അതിന് മറുപടി പറയേണ്ടതുണ്ട് ഒരു വിശ്വാസി. ആർക്കാണ് അതിന് മറുപടി പറയാൻ സാധിക്കുക? വലൻ യുവഫഖൽ ഇൻസാനു ലിൽ ജവാബി അൻ ഹാദ സുആലി മാ ലം യകുൻ മുതമസ്സികൻ ബിസുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ യഥാവിധം മുറുകെ പിടിച്ചിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയുവാനുള്ളതായ തൗഫീക്ക് നൽകപ്പെടുകയില്ല, അതിനൊന്നും സാധിക്കുകയില്ല. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. മൻ റബ്ബുക എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമായ വാക്കുകളാണെങ്കിലും അത് പറയാൻ യഥാവിധം റബ്ബ് സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കാത്ത, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ശരിയായ വിധം മനസ്സിലാക്കാത്ത ആളുകൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ യഥാവിധം മുറുകെ പിടിക്കാത്തതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള മനുഷ്യർക്കും ഈ ചോദ്യത്തിന് മറുപടി പറയുക എന്നുള്ളത് സാധ്യമല്ല. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക? ഇഅ്തിഖാദൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണോ വിശ്വാസമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്, ഒരാൾ എന്താണ് വിശ്വസിക്കേണ്ടത്, വിശ്വാസം ശരിയാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നതായ വിശ്വാസങ്ങൾ, അഖീദ ഒരാൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ വിശ്വസിക്കേണ്ടതുണ്ട്. അപ്പൊ അഖീദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. അതേപോലെ വഖൗലൻ വഅമലൻ, അവന്റെ വാക്കുകളിലും പ്രവർത്തികളിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ചോദ്യത്തിന് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ഫയജിബു അലൈഹി അൻ യശ്ഹദ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒന്നാമതായി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത് അവൻ്റെ മേൽ നിർബന്ധമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ അനിവാര്യമായും വേണ്ട പ്രഥമമായ കാര്യം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിന് സാക്ഷ്യം വഹിക്കലാണ്. അതേപോലെ തന്നെ വഅൻ യുഹിബ്ബഹു അക്സറ മിൻ മഹബ്ബതിഹി ലിനഫ്സിഹി വവലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, അവന്റെ സ്വന്തം നഫ്സിനേക്കാൾ, അവന്റെ മക്കളെക്കാൾ, അവന്റെ മാതാപിതാക്കളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാളും കൂടുതൽ അധികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും വേണം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അതോടുകൂടെ അവന്റെ ജീവിതത്തിലുള്ള സകല വസ്തുക്കളെക്കാളും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും വേണം. വയഅതഖിദ അന്നഹു അബ്ദുൻ ലാ യുഅബദ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അടിമയാണ് എന്ന് വിശ്വസിക്കണം. അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. അതുകൊണ്ട് വലാ യുഅബദ്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബാദത്തുകൾ അർപ്പിക്കപ്പെടുകയില്ല എന്ന വിശ്വാസം അവർ വേണം. വറസൂലുൻ ലാ യുകദ്ദബ്, അതേപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമയാണ്, അതിനാൽ ഇബാദത്ത് ചെയ്യപ്പെടുകയില്ല. അതേപോലെ അത് റസൂലാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള റസൂലാണ്, അതുകൊണ്ട് വ്യാജമാക്കപ്പെടാൻ പറ്റുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയുകയുമില്ല. അതുകൊണ്ട് ആ നബിയെ എന്ത് ചെയ്യുക, വ്യാജമാക്കുക എന്നുള്ളത് പറ്റുകയില്ല. എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് റസൂലാണ് എന്നുള്ളതിനാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അനുസരിക്കേണ്ടതുണ്ട്. അള്ളാഹു നിയോഗിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ റസൂലിനെ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യാജമാക്കാൻ പാടില്ല. കാരണം ആ റസൂൽ പറഞ്ഞത് എന്തായിരിക്കും? സത്യമായിരിക്കും. അതേപോലെ തന്നെ വഅന്നഹു ഖാതമുൻ നബിയ്യീൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളിൽ ഒടുവിൽ വന്ന നബിയാണ് എന്നും വിശ്വസിക്കൽ അനിവാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅന ഖാതമുൻ നബിയ്യീൻ ലാ നബിയ്യ ബഅദി, ഞാൻ അമ്പിയാക്കളിൽ ഖാതമാണ്, ഒടുവിലത്തെയാളാണ്, എനിക്ക് ശേഷം മറ്റൊരു നബിയില്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം അബൂദാവൂദ് മറ്റും ഉദ്ധരിച്ചിരിക്കുന്നതായ സ്വഹീഹായ ഹദീസാണ്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയ്യീനാണ്. ചില ആളുകൾ ഖാതമിന്റെ അർത്ഥത്തെ ദുർവ്യാഖ്യാനിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒടുവിലത്തേതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് നബി തന്നെ പറയുന്നു ലാ നബിയ്യ ബഅദി. അതിന്റെ അർത്ഥം എന്താണ്? ഒടുവിലത്തെ നബിയാണ്, എനിക്കിന് ശേഷം എന്തില്ല, വേറൊരു നബിയില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം, ആ ഖാത്തമിന്റെ അർത്ഥം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി വന്നബിയ്യു, നബി എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവ മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ വലം യുഅ്മർ ബിത്തബ്ലീഗ്. നബിയും റസൂലും തമ്മിലുള്ളതായ നിർവചനത്തിൽ ഉലമാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു അഭിപ്രായമാണ് ഇവിടെ മുസന്നിഫ് ഹഫിളഹുല്ലാഹ് കൊണ്ടുവന്നിരിക്കുന്നത്. നബി എന്ന് പറഞ്ഞാൽ വഹി നൽകപ്പെട്ടിട്ടുണ്ട്, പക്ഷേ തബ്ലീഗിന് വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത് മറ്റുള്ളവരോട് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെടാത്ത, എന്നാൽ വഹി നൽകപ്പെടുന്നതായ ആളാണ് നബി. അമ്മർ റസൂൽ, എന്നാൽ റസൂൽ ഫഹുവ മൻ ഊഹിയ ഇലൈഹി ബിശറഇൻ, ഒരു നിയമസംഹിതയുമായി വഹി നൽകപ്പെടുന്നു, ഉമിറ ബിത്തബ്ലീഗ്, എന്നിട്ട് അതിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായ കൽപ്പനയും നൽകപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം. വഖീല ഗൈറ ദാലിക്, ഇതല്ലാത്ത പല അഭിപ്രായങ്ങളും ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിക്കുറിപ്പായി മുസന്നിഫ് ഹഫിളഹുല്ലാഹ് തന്നെ വളരെ പ്രബലമായ മറ്റൊരു അഭിപ്രായം വന്നിരിക്കുന്നത് കാണാം. ആ അഭിപ്രായം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്ന അഭിപ്രായമാണ്. അതായത് റസൂൽ എന്ന് പറഞ്ഞാൽ, നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കേണ്ടത്, റസൂൽ എന്ന് പറഞ്ഞാൽ ഏതൊരു സമൂഹത്തിലാണോ തൗഹീദിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള സമൂഹത്തിലേക്ക് ആ ജനങ്ങളെ തൗഹീദിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്നവരാണ് ആര്? മുർസലീങ്ങൾ. എന്നാൽ തൗഹീദിൽ വ്യതിചലിച്ചിട്ടില്ലാത്ത മുഅ്മിനീങ്ങളായ ആളുകളിലേക്ക് അവരെ സംസ്കരിക്കുവാനും അവർക്ക് ശരിയായ റൂട്ടിലൂടെ സഞ്ചരിക്കുവാനും വേണ്ടിയിട്ട് കഴിഞ്ഞിരിക്കുന്ന മുർസലീങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നതായ ശരീഅത്തിനനുസൃതമായി കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുക, തർബീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് ആര്? നബിമാർ. അവർ വരുന്നത് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് കുഫറിലേക്ക് പോയ ആളുകളിലേക്കല്ല. പിന്നെയോ ബനൂ ഇസ്രായേലുകളിലെല്ലാം ധാരാളം നബിമാരുണ്ട്. ഏറ്റവും അധികം നബിമാരെ നിയോഗിക്കപ്പെട്ടത് ബനൂ ഇസ്രായേലുകളിലേക്കാണെന്നാണ്. അപ്പോൾ ആ രീതിയിൽ മുസ്ലിമീങ്ങളിലേക്ക് തന്നെ നിയോഗിക്കപ്പെടുന്നവരാണ് ആര്? നബി. എന്നാൽ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ശിർക്കിലും കുഫറിലും അകപ്പെട്ട ആളുകളെ തിരികെ കൊണ്ടുവരാനാണ് ആര്? റസൂൽ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ നബി ആദം അലൈഹിസ്സലാമാണ്. റസൂലിനെ അള്ളാഹു അയക്കുന്നത് എപ്പോഴാണ്? ആദം അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ ശിർക്ക് എപ്പോഴാണ് വന്നത്? 10 തലമുറകൾക്ക് ശേഷമാണ് ശിർക്ക് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? അവരിലേക്ക് റസൂലായിക്കൊണ്ട് ഒന്നാമത്തെ റസൂൽ ആര് നിയോഗിക്കപ്പെട്ടു? നൂഹ് അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ടു. അവർ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് ശിർക്കിലേക്ക് എത്തിയപ്പോൾ. ഇതാണ് പ്രബലമായ മറ്റൊരു അഭിപ്രായം. നബുവത്ത് റിസാലത്തിനേക്കാൾ വ്യാപകമാണ് എന്ന് പറഞ്ഞാൽ, ഫകുല്ലു റസൂലിൻ നബിയ്യുൻ, എല്ലാ റസൂലും ആരായിരിക്കും? നബിയായിരിക്കും. ഒരാൾ റസൂലാണോ? റസൂലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആരുമായിരിക്കും? നബിയുമായിരിക്കും. എന്നാൽ വലൈസ കുല്ലു നബിയ്യിൻ റസൂല, എല്ലാ നബിമാരും ആരാകണമെന്നില്ല? റസൂലാകണമെന്നില്ല. അപ്പോ നബിയുടെ ദറജയേക്കാൾ മേലെയാണ് ആര്? റസൂല് എന്നുള്ളത്. വലിദാലിക ഖാല തആല, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ആരുടെയും നിങ്ങളിലുള്ള ഏതെങ്കിലും പുരുഷന്മാരുടെ പിതാവല്ല. വലാകിർ റസൂലല്ലാഹ്, എന്നാൽ അല്ലാഹുവിന്റെ റസൂലാണ്. വഖാതമൻ നബിയ്യീൻ, നബിമാരിൽ ഒടുവിലെത്തവരുമാണ്. നബിമാരിൽ ഒടുവിലെത്തത് എന്നാണ് ആരെ കുറിച്ച് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെന്ന് പറഞ്ഞില്ല, വലം യഖുൽ വഖാതമിൽ മുർസലീൻ, മുർസലീങ്ങളിൽ ഒരു ഒടുവിലെത്തത് ഖാതം എന്ന് ചെയ്തില്ല, അള്ളാഹു പറഞ്ഞില്ല. അത് പറയാതിരുന്നത് എന്താണ്? നബിമാരിൽ ഒടുവിലെത്തത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇനി എന്തില്ല? നബിയുമില്ല റസൂലുമില്ല എന്ന് മനസ്സിലാവും. നേരെ മറിച്ച് വഖാതമ മുർസലീൻ, മുർസലീങ്ങളിൽ ഒടുവിലെത്തവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നബിമാര് ചിലപ്പോൾ ഇനി വന്നേക്കാം എന്ന് ചെയ്യും, വ്യാഖ്യാനിക്കപ്പെടും. കാരണം റസൂലാണ് എങ്കിൽ ആ റസൂൽ ആരുമായിരിക്കും? നബിയുമായിരിക്കും. അതുകൊണ്ട് ഇനി നബിയും വരാനില്ല, റസൂലും വരാനില്ല എന്ന് ചെയ്യാം. ഇതിൽ നിന്ന് വ്യക്തമാണ്. കാരണം നബുവത്തിനെ നിഷേധിക്കുക എന്നുള്ളതാണ്, നബുവത്ത് ഇനി വരാനില്ല എന്ന് പറയലാണ് റിസാലത്ത് വരാനില്ല എന്ന് പറയുന്നതിനേക്കാൾ ആമായത്, പൊതുവായത്. അപ്പോൾ ഇനി നബി വരാനില്ല എന്ന് പറഞ്ഞാൽ, ഇനി ഒടുവിലത്തെ നബിയാണെന്ന് പറഞ്ഞാൽ
അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇനി റസൂൽ വരാനില്ല എന്ന് മനസ്സിലാക്കാം എന്നുള്ളതിനാലാണ്. وقد ثبت عن النبي صلى الله عليه وسلم انه قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഇന്ന റിസാലത വന്നുബുവത ഖദ് ഇൻഖതഅത്. റിസാലത്തും നുബുവത്തും എന്ത് ചെയ്തിട്ടുണ്ട്? മുറിഞ്ഞിരിക്കുന്നു, അവസാനിച്ചിരിക്കുന്നു. ഫലാ റസൂല ബഅദി വലാ നബി. എനിക്ക് ശേഷം ഇനി റസൂലുമില്ല നബിയുമില്ല. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണ് എന്ന് വിധി പറഞ്ഞില്ല ഹദീസ്. അപ്പോൾ നബിയോ റസൂലും ഒന്നും ഇനി എന്തില്ല, വരാനില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒടുവിലത്തെ റസൂലാണ്, ഒടുവിലത്തെ നബിയാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതും എന്താണ്? നിർബന്ധമാണ്. മൻ നബിയുക എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസത്തിന്റെ കാര്യത്തിലും വാക്കുകളുടെ കാര്യത്തിലും പ്രവർത്തികളുടെ കാര്യത്തിലുമെല്ലാം ആരാണോ അനുധാവനം ചെയ്യുന്നത്, പിന്തുടരുന്നത്, അവർക്കേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് ആണ് റസൂൽ, എൻ്റെ റസൂൽ എന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നാളെ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി 17ാമത്തെ ചോദ്യം, അസ്സുആലു അസ്സാബിഅ അശർ, മാ മഅന മുഹമ്മദുൻ റസൂലുള്ളാഹ് വമാദാ യജിബു അലൈനാ നഹ്വ. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വമാദാ യജിബു അലൈനാ നഹ്വ, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ബാധ്യത എന്താണ്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഒരാൾ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ നബിയോട് നാം നിർവഹിക്കേണ്ടതായ നമ്മുടെ കർത്തവ്യം, നമ്മുടെ ബാധ്യത എന്താണ്? മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം, വിവക്ഷ എന്താണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ഐ അർസലഹുല്ലാഹു തആല ലിന്നാസി കാഫത്തൻ ബശീറൻ വനദീറ. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട റസൂലാണ് ആര്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ്? ബഷീറൻ വനദീറ, ബഷീറും നദീറുമായി കൊണ്ട്, സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നവനുമായി കൊണ്ട് അള്ളാഹു മുഴുവൻ ജനങ്ങളിലേക്കും, അറബികളിലേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചിരുന്ന ആ സമൂഹത്തിലേക്ക് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള സകല ജനങ്ങളിലേക്കും, അറബികളാകട്ടെ അനറബികളാകട്ടെ, വ്യത്യസ്ത സമൂഹങ്ങളിലേക്കെല്ലാം തന്നെ നിയോഗിക്കപ്പെട്ടതായ റസൂലാണ്. വയജിബു അലൈന, എന്താണ് നമ്മുടെ മേൽ വാജിബായ നമ്മുടെ കർത്തവ്യം? ത്വാഅതുഹു ഫീമാ അമർ, എന്താണോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നത് അതിനെന്ത് ചെയ്യണം? ആ കാര്യത്തിൽ നബി അനുസരിക്കണം. വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, എന്താണോ ആ നബി നമ്മോട് അറിയിച്ചു നൽകുന്ന വാർത്തകൾ, നബി പറയുന്ന പ്രസ്താവനകൾ, അത് സത്യമായി സത്യപ്പെടുത്തണം. വജിത്നാബു മാ നഹാ അൻഹു വസജർ, ഏതൊരു കാര്യത്തെയാണോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയും തടയുകയും ചെയ്യുന്നത് അതിനെ നാം മാറ്റിവെക്കണം, നാം വെടിയണം. വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, ആ നബി എങ്ങനെയാണോ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചത്, നിയമമാക്കിയത്, അതേ പ്രകാരമല്ലാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഈ 4 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ബാധ്യത. ഇതാണ് അതിനുള്ള ഉത്തരം. ഇനി ആ ഉത്തരത്തെ മുസന്നിഫ് ഹഫിളഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. അർസലല്ലാഹു തആല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബശീറൻ വനദീറ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ബഷീറും നദീറുമായിട്ടാണ് നിയോഗിച്ചത്. ഇത് പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നയാള്, നദീർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുന്നയാള്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം, ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറ, നബിയെ താങ്കളെ നാം ഹക്ക് കൊണ്ട്, സത്യം കൊണ്ട് നിയോഗിച്ചിരിക്കുകയാണ്. ബഷീറും നദീറുമായതായ നിലയിൽ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായ നിലയിലാണ് അയച്ചത്. ബഷീറൻ ലിമൻ അതാഅഹു ബിൽ ജന്ന, ആരാണോ ആ നബിയെ അനുസരിക്കുന്നവൻ അവർക്ക് സ്വർഗമുണ്ട് എന്ന് വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ട്. വനദീറൻ ലിമൻ അസാഹു മിനൻ നാർ, ആരാണോ ആ റസൂലിനോട് ധിക്കാരം കാണിക്കുന്നവർ അവർക്ക് നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനുമായി കൊണ്ടാണ് നിയോഗിച്ചിരിക്കുന്നത്.
വശഹാദതു ലിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിർരിസാലത്തി തഖ്തദി അർബഅത ഉമൂരിൻ. അപ്പോൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതാണ്: ബഷീറും നദീറുമായി കൊണ്ട് മുഴുവൻ ജനങ്ങളിലേക്ക് അല്ലാഹു ചെയ്തിരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിരിക്കുന്നു. റസൂലിനെ അനുസരിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് വാർത്ത അറിയിക്കാൻ, ധിക്കരിക്കുന്നവർക്ക് നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകാൻ. ഇനി ഇങ്ങനെ ഒരാൾ വിശ്വസിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന് ഒരാൾ സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യവചനം തഖ്തദി അർബഅത ഉമൂരിൻ, 4 കാര്യങ്ങൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, തേടുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ ഷഹാദത്ത് പറഞ്ഞാൽ കേവലം നാവുകൊണ്ട് പറയുക എന്നുള്ളതല്ല, ആ ഷഹാദത്ത് പറഞ്ഞ ആളോട് ആ ഷഹാദത്ത് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ ഒരാൾ എന്ത് ചെയ്യുമ്പോഴാണ്, യാഥാർത്ഥ്യവൽക്കരിക്കുമ്പോഴാണ് ഷഹാദത്ത് എന്താവുക, യാഥാർത്ഥ്യമാവുക. അതല്ലെങ്കിൽ കേവലം എന്ത് ചെയ്യുന്നു, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊരാൾ പറയുന്നു, ആ പറയൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്താണ് അതിന്റെ അർത്ഥമെന്നോ അതിന്റെ വിവക്ഷയെന്നോ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമാണ്: ഇങ്ങനെ ഒരാൾ പറയുന്നത് മുഖേന അവന്റെ മേൽ ഈ പറയുന്ന 4 കാര്യങ്ങൾ എന്തായി മാറി, നിർബന്ധമായി മാറി. അതിൽ ഒന്നാമത്തെ കാര്യം ത്വാഅതഹു ഫീമാ അമർ, അതാണ് ഷഹാദത്ത് നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം. ഷഹാദത്തു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നുള്ള സാക്ഷ്യം നമ്മോട് ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ത്വാഅതഹു ഫീമാ അമർ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ത്വാഅത്ത് ചെയ്യലാണ്, അനുസരിക്കലാണ്. എന്ത് കാര്യത്തിലാണ് നാം അനുസരിക്കേണ്ടത്? ഫീമാ അമറ, ഏതൊരു കാര്യത്തെയാണോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്തിരിക്കണം, അനുസരിച്ചിരിക്കണം. നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞതാണ്, എല്ലാ അമ്പിയാക്കളും അവരുടെ സമൂഹങ്ങളോട് പ്രബോധനം നടത്തിയ പ്രധാനപ്പെട്ട കാര്യം 4 കാര്യങ്ങളിൽ ഒന്നാണിത്: മുർസലീങ്ങളെ അനുസരിക്കണം എന്നുള്ളതായ പ്രബോധനം. എല്ലാ മുർസലീങ്ങളും ചെയ്തിട്ടുണ്ട്, അവരുടെ സമൂഹത്തോട് നടത്തിയ പ്രബോധനത്തിൽ ഒന്നാണിത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പനയെ അനുസരിക്കുക. ഫത്വാഅത്ത് എന്ന് പറഞ്ഞാൽ ഹിയൽ ഇൻഖിയാദു വത്തസ്ലീമു ലിഅംരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയോട് ഇൻഖിയാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ പ്രവർത്തിക്കുന്നതിലൂടെ വഴിപ്പെടുക, അതിനാണ് ഇൻഖിയാദ് എന്ന് പറയുക, വഴിപ്പെടുക. തസ്ലീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ എന്ത് ചെയ്യുക, നാം സമർപ്പിക്കുക, നമ്മുടെ അനുസരണ എന്ത് ചെയ്യുക, സമർപ്പിക്കുക. അനുസരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ ശരീരം സമർപ്പിക്കുക. എന്ത് പറയുന്നോ അത് ഞാൻ അനുസരിക്കാൻ സന്നദ്ധനാണ് എന്നുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴ്പ്പെടുക. ഇതാണ് ഒന്നാമത്തെ നിർബന്ധ ബാധ്യത. കാരണം ലിഅന്ന ത്വാഅതഹു ത്വാഅതു ലില്ലാഹി തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുസരണം ആർക്കുള്ള അനുസരണയാണ്? അല്ലാഹുവിനുള്ള അനുസരണയാണ്. അല്ലാഹു തആല പറഞ്ഞു, മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരാണോ റസൂലിനെ അനുസരിച്ചവൻ അവൻ മുർസലിനെ അനുസരിച്ചിരിക്കുന്നു, അതായത് അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. റസൂല് അയക്കപ്പെട്ടവനാണ്, അയച്ച മുർസൽ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ റസൂലിനെ ആരെങ്കിലും അനുസരിച്ചാൽ അയച്ച അള്ളാഹുവിനെയാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്, അയച്ചിരിക്കുന്നത്. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവൻ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. ഫകുല്ലു മാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഏതൊരു കാര്യവും ഫയജിബു അലൈനാ അൽ അമലു ബി, അതുകൊണ്ട് പ്രവർത്തിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം ആ റസൂലിനെ അനുസരിക്കപ്പെടാനല്ലാതെ. അപ്പൊ ഏതൊരു റസൂലിനെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ പ്രഥമമായി അവരോട് ആവശ്യപ്പെടുന്നത് എന്താണ്? ആ റസൂലിനെ നിങ്ങൾ എന്ത് ചെയ്യണം, അനുസരിക്കണം. അങ്ങനെ അനുസരിക്കാൻ കൽപ്പിക്കപ്പെടാതെ ഒരു റസൂലിനെയും ചെയ്തിട്ടില്ല, അള്ളാഹു നിയോഗിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ അയച്ചാൽ ആ റസൂൽ എന്ത് ചെയ്യണം, അനുസരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ബാധ്യത. ഇതിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ധാരാളം ആയാത്തുകളുണ്ട്, ഹദീസുകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിന്റെ പ്രാധാന്യം പറയുന്ന, സ്വഹാബികൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചത് എന്നത് പഠിപ്പിക്കുന്ന ധാരാളം ചരിത്ര സംഭവങ്ങളൊന്നുണ്ട്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്ത് ചെയ്യുക, അനുസരിക്കുക എന്നുള്ളത് ഈ ഷഹാദത്തിനെ മുറുകെ പിടിക്കുന്ന ഒരാളുടെ പ്രഥമമായ ബാധ്യതയാണ്.
രണ്ടാമത്തെ കാര്യം തസ്ദീഖഹു ഫീമാ അഖ്ബർ, തസ്ദീഖഹു ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തണം, നബി പറഞ്ഞ സത്യമാണെന്ന് അംഗീകരിക്കണം. ഫീമ ഒരു കാര്യത്തിൽ അഖ്ബറ ആ നബി നമുക്ക് അറിയിച്ചു തന്ന കാര്യങ്ങളിൽ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് അറിയിച്ചു നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അത് സത്യമാണ് എന്നനുസരിക്കണം, അത് വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഒരു വാർത്ത നമ്മുടെ മുന്നിൽ എത്തിയാൽ അത് നബി പറഞ്ഞതാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്, എന്നാൽ പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല. യജിബു അലൈന അൻ നുസദ്ദിഖ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി മാ അഖ്ബറനാ അൻഹു മിനൽ ഉമൂരിൽ മാദിയത്തി വൽ മുസ്തഖ്ബല. കഴിഞ്ഞു പോയ കാലത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങളാകട്ടെ ഇനി വരാനുള്ള കാര്യങ്ങളാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത് എന്താണോ ആ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തസ്ദീഖ് ചെയ്യൽ, സത്യപ്പെടുത്തൽ നമ്മുടെ മേൽ എന്താണ്, നിർബന്ധമാണ്. ധാരാളം കാര്യങ്ങൾ നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ, വിശ്വസിച്ച ആളുകൾക്കുണ്ടായ വിജയങ്ങൾ, അതേപോലെ തന്നെ അവിശ്വാസികൾക്കുണ്ടായ പരാജയങ്ങൾ, ഇങ്ങനെ ഭാവിയിൽ ഭൂതത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങൾ, മാവിയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ, ധാരാളം ചരിത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണം, വിശ്വസിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ വിശ്വസിച്ചിരിക്കണം. അതേപോലെ വരാൻ പോകുന്ന ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിന് മുന്നോടിയായി സംഭവിക്കാൻ പോകുന്ന ധാരാളം പ്രവചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിന് അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖബറിൽ കൊണ്ടുവയ്ക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, നാളെ വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സുറാത്തിനെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, നന്മതിന്മകൾ തൂക്കുന്നതിനെ കുറിച്ച്, ഹൗദിനെ കുറിച്ച്, സ്വർഗ നരകങ്ങളെ കുറിച്ച്, അവിടെയുള്ള അനുഭൂതികളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച്, നരകത്തിലുള്ള ശിക്ഷകളെ സംബന്ധിച്ച്, ഖബറിലുള്ള ചോദ്യത്തെ കുറിച്ച്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളാകട്ടെ വരാനുള്ള കാര്യങ്ങളാകട്ടെ ഏതൊരു കാര്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി സ്ഥിരപ്പെട്ടു വരുന്നുവോ അതിനെ വിശ്വസിക്കൽ നിർബന്ധമാണ്. വദാലിക അന്നൽ ഈമാന യർജിഉ ഇലാ അസ്ലൈൻ, കാരണം ഈമാൻ രണ്ട് അടിസ്ഥാനങ്ങളിലേക്കാണ് മടങ്ങുന്നത്. ഒരാളുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് എന്താണ് അടിസ്ഥാനങ്ങൾ അതിനുണ്ട്, തൂണുകൾ അതിനുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാം, അൽ ഈമാനു യർജിഉ ഇലാ അസ്ലൈൻ, ഈമാൻ രണ്ട് അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്നു. അതിൽ ഒന്നാമത്തെ അസ്ല് അൽ അവ്വലു ത്വാഅത്തുർ റസൂലി ഫീമാ അമർ, റസൂൽ കൽപ്പിക്കുന്ന കാര്യത്തിൽ ആ റസൂലിനെ അനുസരിക്കലാണ്, അതാണ് ഒന്നാമത്തെ അസ്ല്. രണ്ടാമത്തേത് വസ്സാനി തസ്ദീഖുഹു ഫീമാ അഖ്ബർ, ബിമാ അഖ്ബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നതായ വാർത്തകൾ അതിനെന്ത് ചെയ്യുക, അത് സത്യപ്പെടുത്തുക, സത്യമാണെന്ന് അംഗീകരിക്കുക. സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സുദ്ദീഖ് എന്ന പേര് വന്നത് തന്നെ എന്തുകൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്തിരിക്കുന്നു, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു, സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. നബി പറഞ്ഞതാണോ എന്നാൽ അത് എന്താണ്, വിശ്വാസയോഗ്യമാണ് എന്ന് പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരു മനോഭാവം. ഇതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സുദ്ദീഖ് എന്നുള്ളതായ നാമകരണം തന്നെ എന്ത് ചെയ്തത്, ലഭിച്ചത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് ചിലപ്പോൾ നമുക്ക് അതിന്റെ ഹിക്മത്ത് മനസ്സിലാകണമെന്നില്ല. ചില കാര്യങ്ങളുടെ അത് നമ്മുടെ ബുദ്ധിയിലേക്ക് തട്ടിച്ചു നോക്കിയാൽ ചിലപ്പോൾ എന്താവില്ല, ബോധ്യപ്പെടണമെന്നില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, ശരിയായ പരമ്പരകളിലൂടെ സ്ഥിരപ്പെട്ടതാണോ എന്നാൽ എന്ത് ചെയ്തിരിക്കണം, അത് സത്യപ്പെടുത്തിയിരിക്കണം. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരാളുടെ ഈമാനിന്റെ അടിസ്ഥാനം ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് റസൂലിനെ അനുസരിക്കുന്നതിലും റസൂൽ പറഞ്ഞത് സത്യപ്പെടുത്തുന്നതിലും. അങ്ങനെയുള്ള ആളുകൾക്കാണ് മുഅ്മിൻ എന്ന് പറയുക. മുഅ്മിനിന്റെയും മുനാഫിഖിന്റെയും ഇടയിലുള്ള പ്രധാനപ്പെട്ട എന്താണ് വ്യത്യാസവും ഇത് തന്നെയാണ്. മുഅ്മിൻ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ വിശ്വസിച്ചിരിക്കും, മുനാഫിഖ് അത് ചെയ്യൂല. ഇപ്പോ മുത്തഖിയായ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അവർ കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്, അവർ അനുഭവിച്ചിട്ടല്ല വിശ്വസിക്കുന്നത്. അല്ലാഹു പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നു, റസൂൽ പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് കണ്ട കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക എന്നുള്ളതാണെങ്കിൽ ഏത് കാഫിറും ചെയ്യാവുന്ന കാര്യമാണത്.
ഏത് മുനാഫിക്കൊന്നും ചെയ്യും? മുഅ്മിനിന്റെ അടയാളം എന്താണ്? അവന് കാണുന്നില്ല, അത് അവന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും അള്ളാഹ് പറഞ്ഞതാണോ റസൂൽ പറഞ്ഞതാണോ എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വസിച്ചിട്ട്. ഇതാണ് മുഅ്മിനിന്റെയും കാഫിറിന്റെയും മുനാഫിക്കിന്റെയും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടയിലുള്ള വ്യത്യാസം. അതാണ്. മുഅ്മിനാണെങ്കിൽ എന്ത് ചെയ്തിരിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നറിഞ്ഞാൽ അതിന് സംശയിക്കൂല, അതിന് തസ്ദീഖ് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ഇജ്തിനാബ മാ നഹാ അൻഹു വസജർ. എന്താണോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നത്, നിരോധിച്ചിരിക്കുന്നത്, അതിനെ മാറ്റി നിർത്തും. ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ ഒരു ജൻബിലാക്കുക എന്നാണ്, ഒരു വർഷത്തേക്ക് മാറ്റി വെച്ചേക്കുക. നിരോധനങ്ങൾ ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്തായിരിക്കും. നമ്മൾ നബി എന്താണോ നിരോധിച്ചത് അവിടെ അത് വിട്ടു നിൽക്കുക, അതുമായിട്ട് അകലം പാലിക്കുക. അല്ലാഹു തആല പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്നത് അതിന് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. എന്താണോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് വിലക്കുന്നത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? വെടിഞ്ഞുകൊള്ളുക. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്നതുപോലെ തന്നെ നിരോധിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറ്റിവെക്കുക എന്നുള്ളതും ആ ഷഹാദത്തിന് നമ്മോട് ആവശ്യപ്പെടുന്ന താല്പര്യമാണ്, അതിന്റെ താല്പര്യമാണ്, അത് നമ്മോട് തേടുകയാണ്. എന്താണോ നബി കൽപ്പിച്ചത് ചെയ്യുക, എന്താണോ നബി പറയുന്നത് വിശ്വസിക്കുക, എന്താണോ നബി നിരോധിച്ചത് അതിനെ മാറ്റിവെച്ചേക്കുക. ഫകുല്ലു മാ നഹാ അൻഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യജിബു ഇജ്തിനാബു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ അതിനെ വെടിയുക എന്നുള്ള നിർബന്ധമാണ്. വൽ ബുഅദു അൻ, അതിൽ ദൂരത്താകണം, വിദൂരത്താകണം, നിരോധനങ്ങളെ മാറ്റിവെച്ചേക്കുക. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂ. ഞാൻ നിങ്ങളോട് തടഞ്ഞതിനെ നിങ്ങൾ മാറ്റി നിർത്തുക. വമാ അമർതുകും ബിഹി ഫഫഅലൂ മിൻഹു മസ്തതഅതും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതിനെ കഴിവിന്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണം. നിരോധിച്ച കാര്യങ്ങളെ കഴിവിന്റെ പരമാവധി ഒഴിഞ്ഞിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ കൽപ്പിച്ച കാര്യങ്ങൾ എന്താണ്? കഴിവിന്റെ പരമാവധിയാണ് ചെയ്യേണ്ടത്. ഒരാൾക്ക് നമസ്കരിക്കാൻ പറഞ്ഞു, കൽപ്പനയുണ്ട്, കഴിവിന്റെ പരമാവധിയാണ് ചെയ്യേണ്ടത്. നിൽക്കാൻ കഴിവുള്ളവൻ എന്ത് ചെയ്താൽ മതി? നിന്നാ മതി. അതല്ലാത്തവന് എന്ത് ചെയ്യാം? ഇരിക്കാം. അതിനും കഴിവില്ലാത്തവന് കിടക്കാം. സക്കാത്ത് കൊടുക്കാൻ റസൂലിന്റെ കൽപ്പനയുണ്ട്, കഴിവുള്ളവൻ ചെയ്താൽ മതി. ഹജ്ജിന് കൽപ്പനയുണ്ട്, കഴിവുള്ളവൻ ചെയ്താൽ മതി. കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോ ആളുകളുടെയും കഴിവിനനുസൃതമാണ് ചെയ്യേണ്ടത്. എന്നാൽ നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒരാൾക്ക് വിട്ടുനിൽക്കാൻ എന്തില്ല? കഴിവിനുമായിട്ട് ബന്ധമില്ല, അതിന് സാമ്പത്തിക ചെലവില്ല, അല്ലെങ്കിൽ ആരോഗ്യം ചെലവഴിക്കേണ്ടതില്ല, സമയം ചെലവഴിക്കേണ്ടതില്ല. നിഷിദ്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എന്ത് വേണ്ടതില്ല? ഈ പറയുന്ന ഒരു ചെലവും നമുക്കില്ല. അതുകൊണ്ട് നിഷിദ്ധങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? പൂർണ്ണമായും നിങ്ങൾ മാറി നിൽക്കുക. കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യുക എന്നുള്ളതാണ്. ഇതും ഷഹാദത്തിന്റെ മൂന്നാമത്തെ താല്പര്യമാണ്. എന്താണോ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? വെടിയുക എന്നുള്ളത്. നാലാമത്തെ കാര്യം അല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. വളരെ പ്രധാനപ്പെട്ട ഒരു താല്പര്യമാണ്. ഒരാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, റസൂലായി സാക്ഷ്യം പറയുന്നുണ്ട് എങ്കിൽ, ആ റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേപോലെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇബാദാത്തുകൾ അനുഷ്ഠിക്കേണ്ടത്. അതല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നില്ല? റസൂലായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. റസൂലിനെ റസൂലായിട്ട് അംഗീകരിക്കുന്നവൻ എന്താണോ റസൂൽ പഠിപ്പിക്കുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യൂ? പ്രവർത്തിക്കൂ. അവിടെ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യപ്പെടരുത്. എങ്ങനെയല്ലാതെ? ഇല്ലാ ബിമാ ശറഅ. എങ്ങനെയാണോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമമാക്കി തന്നത് ആ ഇബാദത്ത്, അതേപോലെ അല്ലാതെ. കഴിഞ്ഞ ദർശനം നമ്മൾ പറഞ്ഞതാണ്, ഏതൊരു ഇബാദത്തും സ്വീകരിക്കപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് എന്ത് ചെയ്യണം? യോജിക്കണം. 6 കാര്യങ്ങൾ യോജിക്കണം. അപ്പൊ നബി പഠിപ്പിച്ചത് പ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇബാദാത്തുകൾ അനുഷ്ഠിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ സാക്ഷ്യത്തിന് വിലയുള്ളൂ. അല്ലെങ്കിൽ അവൻ എന്താകുന്നില്ല? അള്ളാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയും, പക്ഷേ അള്ളാഹു വഹീ പ്രകാരം എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഇങ്ങനെയെല്ലാം. അതേ അപ്പുറത്ത്
നമ്മുടെ ബുദ്ധിക്കനുസരിച്ച്, അല്ലെങ്കിൽ യുക്തിക്കനുസരിച്ച്, അല്ലെങ്കിൽ സ്വപ്നങ്ങൾക്കനുസരിച്ച്, ഏതെങ്കിലും ശൈഖന്മാർ പറയുന്നതനുസരിച്ച് ഇബാദത്ത് ചെയ്യാനാണെങ്കിൽ പിന്നെന്തിനാണ് റസൂൽ അയച്ചത്? റസൂൽ അയച്ചത് നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ കൂടിയിട്ടാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, അത് എപ്രകാരമെന്നും പഠിപ്പിക്കാനാണ് റസൂൽ അയച്ചത്, തോന്നുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ പിന്തുടരണം, എന്നെ നിങ്ങൾ പിൻപറ്റണം. ഞാൻ എന്ത് വിശ്വസിക്കണമെന്നാണോ പറയുന്നത് അതുപോലെ വിശ്വസിക്കണം. ഞാൻ എന്ത് പ്രവർത്തിക്കണമെന്നാണോ പറയുന്നത് അതേപോലെ പ്രവർത്തിക്കണം. ഏത് സ്വഭാവം സ്വീകരിക്കണമെന്നാണോ പറയുന്നത് അതേപോലെ സ്വീകരിക്കണം. എന്നെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. എങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്യും? സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു ധാരാളം പൊറുക്കുന്നവരാണ്, ധാരാളം റഹ്മത്ത് ചൊരിയുന്നവരുമാണ്. അപ്പോ ഒരാൾക്ക് അള്ളാഹുവിന്റെ സ്നേഹം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരണം. നബി എങ്ങനെയാണോ ഇബാദത്തുകൾ ചെയ്യാൻ പഠിപ്പിച്ചത് അതുപോലെ ആയിരിക്കണം. വീണ്ടും അള്ളാഹു പറയുന്നു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹു, എന്താണോ നബി നിങ്ങൾക്ക് കൊണ്ടുവന്നത് അതിനെ നിങ്ങൾ പിടിച്ചുകൊള്ളുക. എന്താണോ ആ നബി നിങ്ങൾക്ക് വിരോധിച്ചത് അതിനെ നിങ്ങൾ വെടിയുകയും ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആനും സുന്നത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ആവർത്തി പറഞ്ഞതാണ്. ഓരോ ഖുതുബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾ ഉണർത്തു, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാർഗമാണ്, ഏറ്റവും നല്ല കലാം അള്ളാഹുവിന്റെ കലാമാണ്. ഇതിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മുറുകെ പിടിക്കേണ്ടത്. നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ധാരാളം വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എന്താണ്? എന്റെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും ശരിയാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. അതിനെയാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്. അതിനെ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് എന്ത് ചെയ്യണം? കടിച്ചു പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ അതാണ് രക്ഷയുടെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് എന്ത് ചെയ്യുക? കാര്യങ്ങൾ നിർവഹിക്കുക. فمن شروط قبول العبادة أن يكون المسلم فيها متبعا للنبي صلى الله عليه وسلم. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാനുള്ള ഷറൂത്തുകളിൽപ്പെട്ടതാണ്, നിബന്ധനകളിൽപ്പെട്ടതാണ് എന്ത്? ഒരു മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്ന മുത്തബി ആകണം, പിൻപറ്റുന്നവനാകണം. എന്നാലാണ് അമൽ എന്ത് ചെയ്യുള്ളൂ? സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വകുല്ലമാ കാന റജുലു അത്ബഅ ലിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോഴെല്ലാം ഒരു മനുഷ്യൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നവനാകുന്നുവോ, എത്രയധികം പിന്തുടരുന്നവനാകുന്നുവോ, കാന അഅ്ദമ തൗഹീദൻ ലില്ലാഹി വ ഇഖ്ലാസുൻ ലഹു ഫിദ്ദീൻ, അപ്പോൾ അള്ളാഹുവിനോടുള്ളതായ അള്ളാഹുവിന്റെ തൗഹീദിൽ അവൻ എന്ത് ചെയ്യും? മഹത്വമുള്ളവനാകും, ഏറ്റവും ഉയർന്നവനാകും. ദീനിലുള്ളതായ ഇഖ്ലാസിന്റെ കാര്യത്തിലും അവൻ എന്ത് ചെയ്യും? ഉയർന്ന നിലവാരത്തിലുള്ളവനാകും. അപ്പോൾ ഒരാളുടെ തൗഹീദ് യഥാവിധം അതിനെ തഹ്ഖീഖ് ചെയ്യപ്പെടുന്നത്, യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നത്, ഒരാളുടെ ഇഖ്ലാസ് ഏറ്റവും ഉന്നതമായി തീരുന്നത് എപ്പോഴാണ്? എത്രത്തോളം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്തുടരുന്നവനാകുന്നുവോ അതനുസരിച്ചാണ്. ഒരാൾ എത്ര കണിശമായിട്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും? അവന്റെ തൗഹീദ് ഉന്നതമാകും, അതിന് യാഥാർത്ഥ്യവൽക്കരിക്കാൻ പറ്റും, അവന്റെ ഇഖ്ലാസും എന്ത് ചെയ്യും? ഉയർന്ന സ്ഥാനത്തെത്തും. എന്നാൽ വഇദാ ബഅദ അൻ മുതാബഅതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതിനെ തൊട്ട് എപ്പോഴെല്ലാമാണോ ഒരാൾ വിദൂരത്താകുന്നത്, നഖസ മിൻ ദീനിഹി ബിഹസബി ദാലിക്, അവന്റെ ആ അകൽച്ചക്കനുസരിച്ചുകൊണ്ട് എത്രത്തോളം അവൻ നബിയുടെ സുന്നത്തിൽ നിന്ന് അകലുന്നുവോ അതിന്റെ തോതനുസരിച്ച് അവന്റെ ദീനിൽ നിന്ന് എന്ത് ചെയ്യും? കുറച്ചു കളയും. അവന്റെ ദീനിൽ കുറവ് സംഭവിക്കും. ഫഇദാ കസുറ ബുഅദുഹു, ആ ദൂരം അധികരിച്ചാൽ വഹറ ഫീഹി മിന ശിർക്ക് വൽ ബിദ്അ, അവനിൽ ശിർക്കും ബിദ്അത്തുകളും പ്രകടമാകാൻ തുടങ്ങും. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ എത്രത്തോളം അതിൽ നിന്ന് വിദൂരമാകുന്നുവോ അവരിൽ എന്ത് പ്രകടമാകും? ശിർക്ക് പ്രകടമാകാൻ തുടങ്ങും.
അതേപോലെ തന്നെ ബിദ്അത്തുകൾ പ്രകടമാകാൻ തുടങ്ങും. മാ ലാ യദ്ഹറു ഫീമൻ ഹുവ അഖറബു മിൻഹു ഇലാ ഇത്തിബാഇ നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യോട് പിന്തുടരുന്നതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളിൽ പ്രകടമാകാത്തതായ തോതിൽ. അപ്പോൾ ഒരാൾ നബിയുടെ സുന്നത്തിനോട് അടുത്ത് നിൽക്കുന്നവനാണ് എങ്കിൽ അവനിൽ ഈ പറയുന്ന ശിർക്കും അതേപോലെ തന്നെ ബിദ്അത്തുകളും ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? അത് വിദൂര സാധ്യതയാണ്. എന്നാൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ് എങ്കിൽ, വിദൂരത്താവുകയാണ് എങ്കിൽ, അതിനനുസൃതമായി കൊണ്ട് അതിൻ്റെ തോതനുസരിച്ച് എന്ത് ചെയ്യും? ഇവനിൽ ശിർക്കും ബിദ്അത്തുകളും എന്ത് ചെയ്യും? പ്രകടമായി തുടങ്ങും. ഇത് വളരെ പ്രത്യക്ഷമായൊരു അടയാളമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയൊരു പ്രസ്താവനയാണ്. ഏത് കാലത്തും നമുക്ക് കാണാൻ സാധിക്കും, നബിയുടെ സുന്നത്തിൽ നിന്ന് അകലുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ സമൂഹത്തിൽ ശിർക്കുകൾ വരും, സുന്നത്തുകൾ വിസ്മരിക്കപ്പെടുന്നു, ശിർക്കും ബിദ്അത്തുകളും എന്ത് ചെയ്യുന്നു? അരങ്ങേറ്റം ചെയ്യപ്പെടുന്നു. ഓരോ വർഷവും നമുക്ക് കാണാൻ സാധിക്കും, സുന്നത്തിൽ നിന്ന് അകലുന്നു, ബിദ്അത്ത് എന്ത് ചെയ്യുന്നു? ബിദ്അത്ത് പുതിയത് വരുന്നു, സുന്നത്തുകൾ എന്ത് ചെയ്യുന്നു? വിസ്മരിക്കപ്പെടുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഫമൻ അബദല്ലാഹ ബിഗൈരി മാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമലുഹു മർദൂദുൻ. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാത്തതായ കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു ഇബാദത്ത് ചെയ്യുന്നവൻ, നബി പഠിപ്പിച്ചതല്ല ഇബാദത്ത്, നബി പഠിപ്പിച്ചതല്ല ആഘോഷം, അല്ലെങ്കിൽ നബി പഠിപ്പിച്ചതല്ല വിശ്വാസം, നബി പഠിപ്പിച്ചതല്ല ആരാധന, അങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട് എങ്കിൽ ഫഅമലുഹു മർദൂദ്, ആ അമൽ എന്താണ്? തള്ളിക്കളയപ്പെടും. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. അതിന് ചിലപ്പോൾ ധാരാളം സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടാകും, ധാരാളം മുതൽ മുടക്കി മൃഗങ്ങളെ അറുത്ത് ബലിയർപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വലിയ രീതിയിൽ തുകയും ആരോഗ്യവും സമയവും ചെലവഴിച്ചിട്ടുണ്ടാകും. പക്ഷെ അമൽ എന്ത് ചെയ്യൂല? അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാതെ ആരെങ്കിലും ഒരു ദീനിൽ ഒരു ഇബാദത്ത് പ്രവർത്തിച്ചാൽ ഫഹുവ റദ്ദുൻ, അത് മർദൂദാണ്, അത് തള്ളപ്പെടുന്നതാണ്. വഹാദാ യുബയ്യിനു ഖത്റൽ ഇബ്തിദാഇ ഫിദ്ദീൻ. ദീനിൽ പുതിയതായ ബിദ്അത്തുകൾ കൊണ്ടുവരുന്നതിൻ്റെ അപകടത്തെയാണ് എന്ത് ചെയ്യുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിക്കുന്നത്. ഫൽ ബിദ്അത്തു ഖരീനത്തു ശിർക്ക്. ബിദ്അത്ത് എന്നുള്ളത് ഷിർക്കിന്റെ ഖരീനാണ്, കൂട്ടുകാരനാണ്. ബിദ്അത്ത് എവിടെ വരുന്നു അവിടേക്ക് എന്തും കടന്നു വരും, ഷിർക്ക് വരും, സ്വാഭാവികമാണ്. തുടക്കത്തിൽ ബിദ്അത്ത് വരുന്നത് എന്തായിരിക്കും? വളരെ രസമുള്ള, അല്ലെങ്കിൽ ആളുകളെ കൂടുതൽ ത്രസിപ്പിക്കുന്ന, രസമുണ്ടാക്കി തീർക്കുന്ന, ആവേശമുണ്ടാക്കി തീർക്കുന്ന പല കാര്യങ്ങളിലൂടെ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഹദീസ് വായിച്ചു, ഇമാം ദാരിമി ഉദ്ധരിച്ചത്. മസ്ജിദ് നബവിയിൽ എന്ത് ചെയ്തു? ആളുകൾ ഒത്തൊരുമിച്ച് കൂടിയിരുന്ന് ദിക്റുകൾ നടത്തി. നബിയോ സഹാബത്തോ പഠിപ്പിക്കാത്ത രീതിയിലുള്ളതായ ഒരു ദിക്ർ ഹൽക്ക. ഒരാൾ ഉറക്കെ പറയുന്നു, കബ്ബിറൂ മിഅ, ഹല്ലിലൂ മിഅ, സബ്ബിഹൂ മിഅ. എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു? തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും അർപ്പിക്കുന്നു, കല്ലുകൾ കൊണ്ടിങ്ങനെ എണ്ണം പിടിക്കുന്നു. നബി പഠിപ്പിക്കാത്തതായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശക്തമായി അതിനെ എതിർത്തു. അതിന്റെ തുടക്കത്തിൽ അതൊരു ബിദ്അത്താണ്, അതവിടെ ശിർക്കോ കുഫ്റൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതിന്റെ ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഇസ്ലാമിൽ നിന്ന് അതിവേഗം വ്യതിചലിച്ചു പോകുന്ന, അമ്പിൽ നിന്ന് വില്ല് എത്ര വേഗതയിൽ എന്ത് ചെയ്യുന്നോ തെറിച്ചു പോകുന്നതോ, വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ, നരകത്തിലെ നായ്ക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ ഖവാരിജിയാക്കളുടെ കൂട്ടത്തിലാണ് എന്ത് ചെയ്തത്? ഈ വിഭാഗം എത്തിയത്, വലിയ കാലതാമസം കൂടാതെ. അപ്പോൾ തുടക്കം വളരെ ലളിതമായിരിക്കും. പക്ഷേ ബിദ്അത്തിന്റെ തുടക്കം ലളിതമാണ് എങ്കിലും അതിൻ്റെ ഒടുക്കം എന്തായിരിക്കും? വളരെ ഭീകരമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? ബിദ്അത്തിന്റെ ഖരീൻ ശിർക്കാണ്, കൂട്ടുകാരൻ ശിർക്കാണ്. വഹിയ അശദ്ദു ഖത്റൻ മിനൽ മഅസിയ. അതുകൊണ്ട് ഒരാൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കാഠിന്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന ബിദ്അത്ത് ചെയ്യുന്നവനെയാണ്. ചില ആളുകൾ കാണാം, ചില പള്ളികളിൽ ഇമാമ് താടി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കില്ല ചില ആളുകൾ. എന്നാൽ പച്ചയാ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ പിന്നിൽ പോയിട്ട് എന്ത് ചെയ്യും? നമസ്കരിക്കും. രണ്ടും തെറ്റ് തന്നെയാണ്, താടി പഠിക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണെന്ത്?
പക്ഷെ ആളുകൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ബിദ്അത്തുകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. കാരണം ആ ബിദ്അത്ത് എപ്പോഴും ഇതിലേക്ക് എത്താം, ശിർക്കിലേക്കും കുഫറിലേക്കും എത്താം. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. മാസിയത്തിനേക്കാൾ അപകടം പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, തിന്മയേക്കാൾ അപകടം പിടിച്ചിരിക്കുന്നത്. ഇവിടെ തിന്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷഹ്വാനിയായ തിന്മകളാണ്. അതായത് ഇച്ഛകളെ അടിമപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകളുണ്ടല്ലോ, മദ്യപാനം പോലെ, വ്യഭിചാരം പോലെ, അതുപോലുള്ള തിന്മകൾ, പലിശ പോലെ, അതുപോലുള്ളതായ തിന്മകളേക്കാൾ ഗുരുതരമാണെന്ന് ഒരാൾ ബിദ്അത്ത് ചെയ്യുന്നത്. കാരണം ലിഅന്നഹാ മഅസിയത്തുൻ വസിയാദ, ബിദ്അത്ത് എന്നുള്ളത് മാസിയത്താണത്, അതൊരു പാപം തന്നെയാണ്. പക്ഷെ ആ പാപത്തേക്കാൾ വർധനം എവിടെയുണ്ട്? ബിദ്അത്തിലുണ്ട്. വഫീഹാ ലബ്സുൽ ഹഖ് ബിൽ ബാത്തിൽ, ഹക്കിനെ ബാത്തിലുമായിട്ട് എന്ത് ചെയ്യലുണ്ട്? കൂട്ടിച്ചേർക്കൽ ബിദ്അത്തിലുണ്ട്. ബിദ്അത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതാണ്, അടയാളം അതാണ്. ബിദ്അത്തിന്റെ ഒരു വശം എന്തായിരിക്കും? ഖൈറായിരിക്കും, വേറൊരു വശം എന്തായിരിക്കും? ഷർറായിരിക്കും. അതിലേക്ക് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഇമാം ഷാത്തിബി റഹ്മഹുല്ലാഹ് ബിദ്അത്തിനെ നിർവചിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദീനിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടതായ ഒരു തരീഖാണ്. അപ്പോ കള്ളുടിക്കുന്നതിനെ കുറിച്ചല്ല ബിദ്അത്ത് എന്ന് പറയുന്നത്, ദീനിൽ എന്താണ് നിർമ്മിക്കപ്പെട്ടതാണ്. അത് ശരീഅത്തിന്റെ നിയമങ്ങളോട് സാദൃശ്യമായിരിക്കുമെന്നാണ് പറഞ്ഞത്. ശരീഅത്തിന്റെ നിയമങ്ങളോട് സാദൃശ്യമായി തോന്നും. അതിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പോ ബിദ്അത്തിന്റെ ഒരു വശം തിന്മയാണ്, ഒരു വശം നന്മയായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഖുതുബകളിൽ അഖിലവും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തു? മുന്നറിയിപ്പ് നൽകി. നബിയുടെ ഏത് ഖുതുബയും തുടങ്ങുമ്പോൾ പറയുന്നത് അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. ഇത് നിരന്തരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനാണ്? ഈ ഒരു ഘടകം അതിലുള്ളത് കൊണ്ടാണ്. ഇതിൽ ആളുകൾ വഞ്ചിതരായി പോകാൻ സാധ്യതയുണ്ട്. ആളുകൾ പറയും, അവര് ഒന്ന് പാട്ട് പാടിക്കോട്ടെ, അവർ ഒന്ന് സന്തോഷിച്ചു കൊള്ളട്ടെ, അവർ നബിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നിസ്സാരവൽക്കരിക്കും. കാരണം അതിന്റെ ഒരു വശത്ത് നിന്ന് കാണാൻ സാധിക്കും, ഈ ഖൈർ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വട്ടം കൂടിയിരുന്ന ദിക്ർ ഹൽക്ക നടത്തിയ ആളുകളോട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി മാ അറദിന ഇല്ലൽ ഖൈർ യാ അബാ അബ്ദുറഹ്മാൻ, ഞങ്ങൾ നന്മയല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു. ഞങ്ങൾ നന്മയല്ലേ ചെയ്യുന്നത്, ദിക്റുകളല്ലേ പറയുന്നത്, തഹ്ലീലുകളും തസ്ബീഹുകളും അല്ലേ പറയുന്നത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ചോദിച്ചു. അപ്പൊ അതിന്റെ ഒരു വശം എന്താണ്? കണ്ടാൽ നല്ല ഭംഗിയായിട്ട് തോന്നും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെയുള്ളതായ പ്രചരണം അതിശക്തമായിട്ട് എന്ത് ചെയ്യണം? തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായി കൊണ്ട് എല്ലാ ഖുതുബകളിലും ഇതിനെതിരെ പറഞ്ഞതുകൊണ്ടാണ്, ബിദ്അത്തുകൾക്കെതിരെ പറഞ്ഞതിന്റെ കാരണം ഇതാണ്. കാരണം ഇതിൽ ഈ പറയുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? ഇത് ആശയക്കുഴപ്പമുണ്ടായേക്കാം. അതിന്റെ ഭംഗി അവർ കണ്ട് ലളിതമായി തോന്നുകയും അതിലേക്ക് കടക്കുകയും ചെയ്തേക്കാം. പക്ഷെ അതിന്റെ ഒടുക്കം എന്തായിരിക്കും? വളരെ അപകടമായിരിക്കും. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇതുപോലുള്ളതായ ബിദ്അത്തുകൾ പരിണമിച്ച് എന്ത് ചെയ്തു? അള്ളാഹു അല്ലാത്തവരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലേക്ക് പിന്നീട് അവർ ചെന്നെത്തുകയാണ് ചെയ്തത്. ഇബ്ലീസ് കൊടുക്കുന്ന ഒരു കെണിയാണത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വലിയ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, ബിദ്അത്താണ് പാപങ്ങളെക്കാൾ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. വൽ മഅസിയത്തു യുതാബു മിൻഹാ, മഅസിയത്തിനെ തൊട്ട് ആളുകൾ എന്ത് ചെയ്യും? തൗബ ചെയ്യും. ഒരു പാപം ചെയ്താൽ ഒരാൾ എന്ത് ചെയ്തു? ഒരു ഹറാമായ കാര്യം ചെയ്തു, മദ്യപിച്ചു, അല്ലെങ്കിൽ ഒരു മോശം ചിത്രം കണ്ടു, അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വാക്ക് പറഞ്ഞു, ഒരാളെ കുത്തി വേദനിപ്പിച്ചു, പെട്ടെന്ന് നിന്നുണ്ടാവും, മനസ്സിൽ നോവും, വേദന വരും. ഓ, ഞാൻ അവനോട് പറയരുതായിരുന്നു, അവനങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് മനസ്സിൽ വിഷമം ഉണ്ടാവും, പശ്ചാത്താപം ഉണ്ടാവും, ഖേദം ഉണ്ടാവും. ഉടനെ അവൻ എന്ത് ചെയ്യും? പശ്ചാത്തപിക്കും, അതിന് പരിഹാരം ചെയ്യും. എന്നാൽ മുബത്തദിഅ കരുതുന്നത് എന്താണ്? ഞാൻ വലിയ സേവനമാണ് ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടിയിട്ട്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്, വലിയ എന്താണ് സൽക്കർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത് എന്നുള്ള ധാരണയിലാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഖേദം ഉണ്ടാവുകയില്ല. അവൻ എന്ത് ചെയ്യും? അതിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അത് അവനെ കുഫറിലും ശിർക്കിലും കൊണ്ട് അകപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു പോലുള്ള തിന്മകളിൽ നിന്ന് നാം എവരെയും കാത്തുരക്ഷിക്കട്ടെ.
മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم.